നമ്മളിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊക്കോ ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുത്ത് 2ാം സ്ഥാനം നേടി എത്തിയിരിക്കുന്ന വിദ്യാർത്ഥികൾക്കൊപ്പമാണ്. അവരുടെ അധ്യാപകനും നമ്മോടൊപ്പമുണ്ട്. സാർ, മത്സരത്തെക്കുറിച്ച് ഒന്ന് മൊത്തത്തിൽ പറയാമോ? എങ്ങനെയാണ് സാർ? അധികം നമ്മുടെ സാധാരണ പ്രേക്ഷകർക്ക് അധികം അറിയാത്തൊരു മത്സര ഇനമാണ്. ഇനത്തെയും പരിചയപ്പെടുത്തിക്കൊള്ളൂ, കുട്ടികളെയും അവരുടെ പ്രകടനത്തെയും കുറിച്ച്. കേരളത്തിൽ ഇത് പോപ്പുലർ തന്നെയാണ്. അപ്പോൾ തിരുവനന്തപുരം, പാലക്കാട് ഏരിയയിൽ നിന്ന് നല്ല ടീമുണ്ട്. ഇത് യൂണിവേഴ്സിറ്റി ലെവലിൽ ഇന്ത്യയിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഒന്നിച്ച് അതിൽ നിന്ന് 16 ഔട്ട്സ്റ്റാൻഡിങ് യൂണിവേഴ്സിറ്റികളെ സെലക്ട് ചെയ്തിട്ട് അതിന് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രാരംഭമായിട്ട് സോൺ ലെവലിൽ മത്സരങ്ങൾ നടത്തും. എ സോൺ, ബി സോൺ, സി സോൺ, ഡി സോൺ, സൗത്ത് സോൺ, വെസ്റ്റ് സോൺ, നോർത്ത് സോൺ, ഈസ്റ്റ് സോൺ. ഈ 4 സോണൊന്നും കൂടിയാണ് 4 ടീം വീതം 16 ടീമുകളെ സെലക്ട് ചെയ്യും. ഈ 16 ടീമുകൾ വീണ്ടും നമ്മുടെ യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു. അതിൽ നമ്മളെ യൂണിവേഴ്സിറ്റിയാണ് സൗത്തിൽ നിന്നുള്ള ഫസ്റ്റ്, നോർത്തിൽ നിന്ന് ഫസ്റ്റ് GND യൂണിവേഴ്സിറ്റി, വെസ്റ്റിൽ നിന്ന് ഫസ്റ്റ് ബോംബെ യൂണിവേഴ്സിറ്റി, ഈസ്റ്റിൽ നിന്ന് ഫസ്റ്റ് കല്യാണി യൂണിവേഴ്സിറ്റി. അങ്ങനെ ടോട്ടൽ 16 യൂണിവേഴ്സിറ്റികൾ മത്സരിക്കും. ആ മത്സരത്തിൽ നമ്മൾക്ക് 1ാം സ്ഥാനം അർഹതപ്പെട്ടതാണ്. പക്ഷേ നിർഭാഗ്യവശാൽ 2 തന്നുള്ളൂ. എവിടെ വെച്ചായിരുന്നു മത്സരം നടന്നത്? അമൃത്സറിൽ വെച്ചായിരുന്നു. പഞ്ചാബിൽ ഗുരുനാനക് ദേവ് യൂണിവേഴ്സിറ്റി അമൃത്സറിൽ വെച്ചായിരുന്നു. മത്സരം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തിയതേ ഉള്ളൂ. ഞങ്ങൾ ഇന്ന് തിരിച്ചെത്തിയുള്ളൂ. മൊത്തത്തിൽ എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നല്ല എന്താ പറയുക, ശക്തിയുക്തമായി എതിർത്ത് നിന്ന ടീം തന്നെയായിരുന്നു ഒപ്പുണ്ടായിരുന്ന ടീം. ഒരു നല്ല ന്യൂട്രൽ ഏരിയ ആണെങ്കിൽ, കോമ്പറ്റീഷൻ ആണെങ്കിൽ അവർക്ക് 4th പ്ലേസിനും കൂടി അർഹതപ്പെടാത്ത ടീമിനെയാണ് ഫസ്റ്റ് പ്ലേസ് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ ടീമിൻ്റെ സ്റ്റാൻഡേർഡ് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് കാലിക്കറ്റ് വരണം, 2nd കേരള വരണം, 3rd മുംബൈ വരണം, 4th GNDയുവിന് കിട്ടാം. ഇത്രേ പറയാൻ പറ്റുള്ളൂ. തൃപ്തരല്ല അപ്പോൾ? അല്ല, സാറ് തൃപ്തരല്ല എന്നാണ് പറഞ്ഞത്. നിങ്ങൾ ഓക്കെ, ക്യാപ്റ്റൻ പറഞ്ഞു. എങ്ങനെ ഉണ്ടായിരുന്നു മത്സരം? നിങ്ങൾക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് ഉറപ്പുണ്ട്? എല്ലാവരും നന്നായി ചെയ്തു. ഏറ്റവും നന്നായി പെർഫോമൻസ് വെച്ചത് ഷീബേച്ചി, നിജേച്ചി, സൗമ്യേച്ചി, പിന്നെ എല്ലാ പ്ലേയേഴ്സും നന്നായി കളിച്ചിരുന്നു. അതായത് ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എങ്ങനെയാണ് നിങ്ങളുടെ പ്രോത്സാഹനം? നല്ല രീതിയിൽ തന്നെ പ്രോത്സാഹനം കിട്ടുന്നുണ്ട്? നല്ല രീതിയിൽ തന്നെയാണ് പ്രോത്സാഹനം. സാധനങ്ങളും യൂണിവേഴ്സിറ്റി തരുന്നുണ്ട്. പ്രത്യേകിച്ചും ഞങ്ങളുടെ പുതിയ വൈസ് ചാൻസലർ VC PVC ഭയങ്കര പ്രോത്സാഹനമാണ്. അപ്പോൾ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. നമ്മളിപ്പോൾ കണ്ടത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കൊക്കോ ഇൻ്റർനാഷണൽ മത്സരത്തിൽ പങ്കെടുത്ത 2ാം സ്ഥാനം നേടി തിരിച്ചെത്തിയ നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വളരെ ചുണക്കുട്ടികളായ പെൺകുട്ടികളുടെ ടീമാണ്. അവരുടെ ഇത്തരത്തിലൊരു അവസരം അവർക്ക് കൊടുത്ത VCക്ക് എല്ലാവിധ അവരുടെ നന്ദിയും അവർ അറിയിക്കുന്നു. ഞങ്ങളും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു. വരും കാലങ്ങളിലും കായികപരമായി യൂണിവേഴ്സിറ്റി മുൻപന്തിയിൽ നിൽക്കട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു.